വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആലാപനവും ദൈവസാന്നിധ്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 100 അധ്യായം 2 വാക്യം. ദൈവസാന്നിധ്യം പലപ്പോഴും ആരാധനാക്രമങ്ങളിലും ഗാനാലാപന സമയങ്ങളിലും ഏറ്റവും ആഴത്തിൽ അനുഭവപ്പെടും. ദൈവജനം അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നിടത്തെല്ലാം അവന്റെ മഹത്വമുള്ള സാന്നിധ്യം അവർക്കിടയിൽ നീങ്ങുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ പ്രാർത്ഥനാ സമയങ്ങളിലും പാടുക. വിവിധ വെബ്സൈറ്റുകൾ വഴി നിങ്ങളുടെ ഫോണിൽ ആത്മീയ ഗാനങ്ങൾ കേൾക്കാനും അവയ്ക്കൊപ്പം മൃദുവായി പാടാനും കഴിയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിന്റെ അഗ്നി ജ്വലിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. തീർച്ചയായും പാട്ടും ദൈവസാന്നിധ്യവും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ദൈവസാന്നിധ്യം അവരുടെ ഇടയിൽ ഉള്ളപ്പോൾ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ചെങ്കടൽ അവരുടെ മുൻപിൽ പിളർന്നു. വെള്ളത്തിലൂടെ ഒരു വഴിയൊരുക്കി. ഉണങ്ങിയ നിലത്തെന്ന പോലെ അവർ സന്തോഷത്തോടെ നടന്നു. കർത്താവ് ഫറവോനെയും അവന്റെ സൈന്യത്തെയും വെള്ളത്തിൽ തള്ളിയിട്ടു. മറുകരയിൽ പ്രവാചകിയായ മിരിയാമും എല്ലാ സ്ത്രീകളും കൈകളിൽ തപ്പു പിടിച്ചുകൊണ്ട് കർത്താവിന്റെ മുൻപാകെ സ്തുതിയിലും ആരാധനയിലും പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. ഇത് പുറപ്പാട് 15 അധ്യായം 20-21 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഗാനം തിരഞ്ഞെടുക്കുക. ദിവസം മുഴുവൻ അത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. നിങ്ങൾക്ക് കഴിയുമ്പോഴെല്ലാം അത് പാടുക. നിങ്ങൾ ഉച്ചത്തിൽ പാടുന്നില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയം ഉള്ളിൽ പാടിക്കൊണ്ടിരിക്കട്ടെ. നിങ്ങൾ നടക്കുകയോ ഇരിക്കുകയോ ദിവസം മുഴുവൻ നടക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ പാടുകയും അത് കർത്താവിനോടൊപ്പമുള്ള ഒരു അനുഭവമാക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഹൃദയം നിരന്തരം സന്തോഷിക്കുന്നത് നിങ്ങൾ കണ്ടെത്തും. നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മീയ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ നിങ്ങളുടെ നടത്തങ്ങളോ വ്യായാമമോ പോലും കൂടുതൽ ഫലപ്രദമാകും. അപ്പോസ്തലനായ യാക്കോബ് ഉപദേശിച്ചു, നിങ്ങളിൽ ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടോ അവൻ പ്രാർത്ഥിക്കട്ടെ, ആരെങ്കിലും സന്തോഷിക്കട്ടെ, ഞാൻ സങ്കീർത്തനങ്ങൾ പാടട്ടെ എന്ന്. ഇത് യാക്കോബ് 5 അധ്യായം 13 വാക്യത്തിൽ കാണപ്പെടുന്നു. ദാവീദ് പറഞ്ഞു, പകൽ സമയത്ത് കർത്താവ് തന്റെ സ്നേഹതയെ കൽപ്പിക്കും, രാത്രിയിൽ അവന്റെ ഗാനം എന്നോടൊപ്പം ഉണ്ടാകും. എന്റെ ജീവിതത്തിന്റെ ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥന എന്ന് സങ്കീർത്തനം 42 അധ്യായം 8 വാക്യത്തിൽ പറയപ്പെടുന്നു. ദൈവമക്കളെ, സന്തോഷിപ്പിക്കുമ്പോൾ മാത്രമല്ല പരീക്ഷണങ്ങളുടെ മധ്യത്തിലും പാടുവീൻ. രാത്രിയിലെ ഇരുണ്ട സമയങ്ങളിൽ പോലും പാടുവീൻ. അപ്പോൾ നിങ്ങൾ കരച്ചിലിൻ താഴ്വരയിൽ കൂടെ കടന്നു പോകുകയും അതിനെ ഒരു നീരുറവാക്കുകയും ചെയ്യും. ഇത് സങ്കീർത്തനം 84 അധ്യായം 6 വാക്യത്തിൽ കാണപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 66 അധ്യായം 1-2 വാക്യങ്ങൾ. സർവഭൂമിയുമായുള്ളവേ ദൈവത്തിന് ഘോഷിപ്പീൻ, അവന്റെ നാമത്തിന്റെ മഹത്വം കീർത്തിപ്പീൻ, അവന്റെ സ്തുതി മഹത്വീകരിപ്പീൻ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനം 137, 138, 139 അധ്യായങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 13 അധ്യായം. ആമേൻ.